എന്റെ തിരുമുൽപ്പാടെ, ഞാൻ ഈ ഓടുന്ന ഓട്ടം നേർക്ക് നേരെ ഓടാണ് ഇപ്പൊ കോഴിക്കോട്ട് എത്തിയിട്ടുണ്ടാവും. രാവിലെ പൈസ വാങ്ങാൻ വരുമ്പോ ഏത് മരമോന്തനും ഒരു സ്മൈലാ. വൈകുന്നേരം ഇത് തിരിച്ചു വാങ്ങാൻ ചെല്ലുമ്പോഴോ നീർനായന്റെ അടുക്കല്ലേ മുങ്ങണത്. അങ്ങനെയുള്ളവരെ പിടിക്കാനല്ലേ എന്റെ കരിമ്പായി മിടുക്കന്മാരായ രണ്ട് അൽസേഷന്മാര് 10 ഓംലറ്റല്ലേ രണ്ടാൾക്കും. ആ ദോശ എത്ര വെച്ച് വേണ്ടി വരും? അതും കൂടെ ഒരു പോപ്പത്ത് വേണേ പിന്നെ ഒരു ചോദിച്ചോളല്ലോ. ഇവറ്റകൾക്ക് തീറ്റ കൊടുത്ത് നിങ്ങൾ മുടിയല്ലോ എന്റെ കരിമ്പായി. ഇവരെ മുമ്പിൽ നിർത്തിയല്ലേ ഞാൻ ബിസിനസ് നടത്തണേ. ഒരു മുഖം വെച്ച് പൂട്ടാൻ രണ്ടെണ്ണത്തിനെയും അല്ലാണ്ടെന്തൊരു കൊള്ളാം. കളുതകളാണ് രണ്ടും, എന്നാലും നന്ദിയുണ്ട്. ഞാനെന്ന് വെച്ച ജീവനാണ് ഇവറ്റകൾക്ക്. എന്തിന് എന്റെ ശരീരത്തിൽ ഒരു ഈച്ച വന്നിരിക്കാൻ ഇവര് സമ്മതിക്കൂല. സാരമില്ല കരിമ്പായി, അവര് സ്നേഹം കൊണ്ട് ചെയ്തല്ലേ. ഞാൻ കുറച്ച് പിണ്ണതൈലം തരാം, അത് പെരട്ടി ഒഴിഞ്ഞാൽ മതി. നീ എന്നെ ഉപദേശിക്കാൻ വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞത് പിന്നല്ലാതെ കരിമ്പായി അവൻ അങ്ങനെ വിട്ടാ ശരിയാവില്ല. കരിമ്പായി നെല്ല് എന്റെ കൈ കിട്ടൂലെന്ന് വിചാരിച്ചോ? അവിടെ മുങ്ങി ഇവിടെ മുങ്ങി കുറെ കാലായി നീ എന്റെ കണ്ണും പെട്ടിച്ച് കിടക്കുന്നു. അയ്യോ, ഞാനും 2 ദിവസമായിട്ട് കരിമ്പായി അന്വേഷിച്ച് നടക്കായിരുന്നു. അല്ലേ വിഷ്ണു? വിഷ്ണു, നിനക്ക് ഇന്ന് കടം തന്ന രൂപ ഇങ്ങ് തിരികെ തന്നേരെ. കരിമ്പായുടെ കടം അങ്ങ് തീർത്തയ്ക്കാം. ഏത് രൂപ? ഇന്ന് രാവിലെ ഞാൻ. എടാ രാജേന്ദ്ര, വിളവ് നിനക്കാണെങ്കിലും വയസ്സ് എനിക്കാണ്. നീ തരാനുള്ള കാശെടു. കാശ് തരില്ല ഞാൻ പറഞ്ഞില്ലല്ലോ. ആദ്യം ഒന്ന് വിടാൻ പറയവരോട്. നീ ഇവിടെ ആർക്കൊക്കെ കാശ് കൊടുക്കാൻ ഇല്ലാത്തതുണ്ട്. ഇവിടുന്ന് തിന്നെ കണക്കൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് വസൂലാക്കിയുള്ള കരിമ്പായി. നാണം ഉണ്ടോ നിനക്ക്? എല്ലാവരും നക്കാപ്പിച്ച കാശ് മേടിച്ചിട്ട് സേട്ടുവിന്റെ മാളുടെ മുമ്പിൽ ആളാവേണ്ട വല്ല കാര്യമുണ്ടോ? ചിരിക്കല്ലേ. എടാ ഇലനക്കി നായയുടെ കിരിനക്കി നായ വരുത്. വെക്കണ പൈസ. മലയാളികൾക്ക് കൂടി നാണക്കേട് ഉണ്ടാക്കുന്ന വിധത്തിലല്ലേ നീ ഇവിടെ ജീവിക്കുന്നത്? അത് മാത്രം പറയരുത്. ഞാൻ മലയാളിയാണെങ്കിൽ നിങ്ങളുടെ എല്ലാം കാശ് തിരികെ തരും. തുമാരാ കാശ് വാപ്പസ് ദേഗാ, തുമാരാ പൈസ ദേഗാ, തുമാരാ പൈസ ദേഗാ और തുമാരാ ഭീ ദേഗാ. എനിക്ക് ഒരു നല്ല കാലം വരും. ഏക് ദിൻ ഹം ബബ്ബെ കാ രാജാ ബനേഗാ. ഇന്ന് ചെലവ് കരിമ്പായുടെ വക ആയിക്കോട്ടെ. എല്ലാവർക്കും ഒരു ഓംലെറ്റ് അടിക്കുന്ന ഉൾപ്പെടെ. എന്നാ ഡബിൾ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ഇതൊക്കെ ഒരു തമാശ അല്ലേ കരിമ്പായി? എനിക്ക് സീരിയസാ. എന്തും ഫേസ് ചെയ്യാനുള്ള ചങ്കൂറ്റം വേണം. എങ്കിലും ഈ ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ കാര്യമുള്ളൂ. ഉദാഹരണത്തിന് എന്റെ കാര്യം തന്നെ. അയ്യോ കരിമ്പായി, എടാ ലൈഫിൽ എന്തും ചെയ്യാനുള്ള ത്രില്ല് വേണം, എന്തും ഫേസ് ചെയ്യാനുള്ള ചങ്കൂറ്റം വേണം. ഞാൻ പിടിച്ചു കൊടുക്കും. വിഷ്ണു, നീ എന്താ ബറാത്തരാവിന് കോയിലെ പിടിക്കാൻ നടക്കണേ? മൊയിലാരെ കേൾക്കാൻ എടുക്കണേ? തും ചാലു കറോ. കരിമ്പായി എന്തോടെ ഇന്ന വഴിക്ക് നടന്നുകൂടൊന്നും നടന്നിരിച്ചിട്ടൊന്നുമില്ലല്ലോ മുംബൈയില്. ഇത് നമ്മളെ ബിസിനസ് അല്ലേ? ഓരോരുത്തന്മാര് രാവിലെ കുടിന് മുമ്പിൽ അന്ന് ക്യൂ നിൽക്കും പൈസ മേടിച്ചുകൊണ്ടുപോകാൻ. വൈകുന്നേരം ഞാൻ പിരിവിലിറങ്ങണം കൊടുത്ത മുതലും പലിശ തിരിച്ചു കിട്ടാൻ. അതും എന്തൊക്കെ വെട്ടും കുത്തും നടത്തിയിട്ടാണ് തിരിച്ചു മേടിച്ചെടുക്കണതെന്ന് അറിയോ? ഈ 2 അൽശേഷന്മാരെ തീറ്റയും കൊടുത്ത് കൊണ്ടിരിക്കണ വെറുതെ ഒന്ന് കണ്ണുർത്തിയാലേ ഇവറ്റകളൊക്കെ ഒന്ന് പേടിക്കുള്ളൂ. മര്യാദയ്ക്കാണെങ്കിൽ കരിമ്പായി ബഹുത്ത് അച്ചാത്മീയ. തെറ്റിയാൽ എവിടുന്നാണ് ശക്തി വരുന്നത് എനിക്ക് തന്നെ അറിയില്ല. കൊല്ലം കോരായാലും മുംബൈയില് എത്ര വമ്പന്മാരെ കണ്ട് ആരൊക്കെ വന്ന് പോയി. പിന്നെ നിന്റെ കൂടെ താമസിക്കുന്ന ആ ഹിമാലി രാജേന്ദ്രൻ ഉണ്ടല്ലോ, അവനോട് പറഞ്ഞിക്കണ്ടി എന്നെങ്കിലും കരിമ്പായിന്റെ കൈ കിട്ടുന്നു. ഇവൻ പല വകയിലും പലപ്പോഴായിട്ട് 10-2000 ഉറുപ്പിക എന്നോട് വാങ്ങിക്കൊണ്ടേയിട്ടുണ്ട്. ഇപ്പൊ പലിശയില്ല മുതലുമില്ല. പിന്നെ നാട്ടുകാരനാണ്, നിന്റെ ചെങ്ങായിയാണ് എന്നുള്ള നിലക്കൊക്കെ ക്ഷമിച്ച് അവൻ നേരാവില്ലട്ടോ. പിന്നെ നിന്റെ കൂടെ താമസിക്കുന്ന ആ ഹിമാലി രാജേന്ദ്രൻ ഉണ്ടല്ലോ, അവനോട് പറഞ്ഞിക്കണ്ടി എന്നെങ്കിലും കരിമ്പായിന്റെ കൈ കിട്ടുന്നു. ഇവൻ പല വകയിലും പലപ്പോഴായിട്ട് 10-2000 ഉറുപ്പിക എന്നോട് വാങ്ങിക്കൊണ്ടേയിട്ടുണ്ട്. ഇപ്പൊ പലിശയില്ല മുതലുമില്ല. പിന്നെ നാട്ടുകാരനാണ്, നിന്റെ ചെങ്ങായിയാണ് എന്നുള്ള നിലക്കൊക്കെ ക്ഷമിച്ച് അവൻ നേരാവില്ലട്ടോ. അവന് ഈ അൽസേഷന്മാരെ കൊണ്ടൊന്ന് കൈകാര്യം ചെയ്യിക്കായിരുന്നില്ല കരിമ്പായി? അതിന്റെ ഒന്നും ആവശ്യമില്ല. അവൻ എന്റെ കൈ കിട്ടിയ മുറുക്ക് പൊടിക്കുമ്പോൾ പൊടിക്കൂലാൻ. നിന്നായിട്ട് സംസാരിച്ചിരുന്ന എന്റെ പണി നടക്കൂല. ആ തല വരെ പിരിവെടുക്കണം. ചലോ. ചവിട്ടോ ഇടിക്കോ തൊടിക്കോ എന്ത് വേണം ചെയ്തോ, പക്ഷെ തൽക്കാലം പ്ലീസ്. നക്കി നാളെ നായേ, അതെല്ലാം ഞാനാണ് സമ്മതിച്ചു. താങ്ക്സ്. ये बिल का अमाउंट और ये 10 रुपया तुम्हारा टिप. യുവർ ടിപ്പ്. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇല്ലെങ്കിൽ 2 ചവിട്ടി പുറത്താക്കും ഞാൻ. ദേഷ്യം വരാതിരിക്കുന്ന എങ്ങനെയാ സുഖാര? 10 രൂപ ടിപ്പ് കൊടുക്കണം. ഇവരാരാ? ദുബായ് ഷേഖിന്റെ മോനോ? ആ കാശ് കൊണ്ട് ഞാൻ 3 നേരം ലാവിഷായിട്ട് ചാപ്പാടിക്കും. നീ നൊക്കെയാണെന്ന് വെച്ച് എനിക്കും അങ്ങനെ ആവാൻ പറ്റുമോ? അതും അതേപോലെ ഒരു സിറ്റുവേഷനില് ഊസിയ കാശ് കൊണ്ടല്ലടാ നീ. നിങ്ങൾ രണ്ടും കൂടെ എന്നെ അങ്ങോട്ട് കൊല്ല്. അന്യ നാട്ടിൽ വന്ന് കിടന്നിട്ട് ഓഫീസിൽ അവിടെയല്ലോ സമാധാനം, ഇവിടെ വന്ന എടാ ഞാൻ എന്ത് പഠിച്ച്? ഈ തെണ്ടി പ്രേമിക്കുന്നതിന് ഞാൻ കാശ് നോക്കേണ്ട കാര്യം എന്താ? നിനക്കറിയോ ഇവന് എനിക്ക് എത്ര കാശ് തരാനുള്ളതെന്ന്? ഇവനെന്താ ശമ്പളം കിട്ടുന്നില്ലേ? കിട്ടുന്ന കാശ് മുഴുവൻ പെർഫ്യൂമും പാന്റും ഷർട്ടും മേടിച്ച് ചുപ്പയോ. ഒരു ഡ്രൈവർക്ക് ചേർന്ന വേഷമാണ് അവന്റെ. എന്റെ തൊഴിലിൽ തൊട്ട് കളിക്കരുത്. നിങ്ങളെപ്പോലെ ഒരു ഡിഗ്രി എനിക്കില്ലാതായി പോയി. അല്ലെങ്കിൽ ഞാൻ ഈ ബോംബെ വിലയ്ക്ക് വാങ്ങിച്ചേരെ.
കിട്ടുന്ന കാശ് കൊണ്ട് ഇവിടെ അഷ്ടിമുഷ്ടി കഴിഞ്ഞുകൂടുക. പോരാത്തൻ അച്ഛന് കേസ് നടത്താൻ മാസം മാസം നാട്ടിലേക്ക് മണി ഓർഡർ വേറെയും. ഇവൻ ഇതിന്റെ ദണ്ണം വല്ല അറിയോ? നിന്നോട് എനിക്ക് സിമ്പതി ഉണ്ട് വിഷ്ണു. ഒരു ശരാശരി മറുനാടൻ മലയാളിയുടെ പ്രാരബ്ധങ്ങളൊക്കെ നിനക്കുണ്ട്, എനിക്കറിയാം. പക്ഷെ നല്ലൊരു നാളേക്ക് വേണ്ടി ചെറിയ ചില ത്യാഗങ്ങളൊക്കെ സഹിച്ചേ പറ്റൂ, അല്ലേ? മാങ്ങാ തൊലി ഇങ്ങനെ നക്കി തിന്നത് അധ്വാനിച്ച് ജീവിക്കട. മര്യാദക്ക് എനിക്ക് തരാനുള്ള കാശ് മുഴുവൻ തന്നോണം. നിന്റെ കാശ് പലിശ സഹിതം ഞാൻ മടക്കി തരും. മടക്കി തരാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ വിളിച്ചാൽ സേട്ടുവിന്റെ മകൾ എന്നോടൊപ്പം വരില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നാളെ സേട്ടുവിന്റെ മകളുടെ ഭർത്താവായി അങ്ങേരെന്നെ അംഗീകരിക്കില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു സുപ്രഭാതത്തിൽ ഞാൻ നിന്റെ മുതലാളിയായി മാറില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അന്ന് നിന്റെ പൊസിഷൻ എന്തായിരിക്കും നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ ഈ പറഞ്ഞത് മുഴുവൻ നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ട്? എന്താ സംശയം? ഈ കൈ കണ്ടോ? രാജയോഗവും ഗജകേസരി യോഗവും ഒരുമിച്ച് കിടപ്പുണ്ട്. അനുഭവിച്ചേ പറ്റൂ. അനുഭവിച്ചേ പറ്റൂ. നികർത്തുണ്ടോ കയ്യില്? എന്റെ ഒരു 10 രൂപ ഇങ്ങെടുത്ത്. സുധാര, പണം ഇന്ന് വരും നാളെ പോവും. പക്ഷെ നമുക്ക് വലുത് പണമാണ്. എടാ, ഞാൻ ഇല്ലണ്ട് മേടിക്കാൻ വെച്ചിരുന്ന കാശാണ്. किसी से ना उलट जाए मैं डरता हूँ, यारों हसीनों की गली से मैं गुजरता हूँ, दिल टूट जाए तो क्या हो अनजान, मैं तेरी मोहब्बत में पागल हो जाऊंगा, तुझे कैसा लगता है? തിരുവോണായിട്ട് നമ്മുടെ ഭാഷയിൽ എന്തെങ്കിലും ഒന്ന് പാട്. അത് ശരിയാ. ഓണത്തുമ്പി വന്നാട്ടെ, ഓമനത്തുമ്പി വന്നാട്ടെ, ഒരു നല്ല കഥ പറയാൻ വന്നിരുന്നാട്ടെ, യഹാ മഹാ വന്നിരുന്നാട്ടെ. ഇപ്പൊക്കെ എന്താ ഓണം, പണ്ടായിരുന്നില്ലേ ഓണം. ഇതൊക്കെ കാണുമ്പോ നാട്ടിലെ കാര്യങ്ങൾ ഓർമ്മ വരിക. അറക്കിലെ നാരായണനും ഓടിയമ്പറമ്പിലെ വേലായുധം കുട്ടിനായരും കൂടി ഉച്ചയ്ക്ക് ഊട് കഴിഞ്ഞൊരു ഇറങ്ങലുണ്ട്. പിന്നെ ഒരു ജഗമൊക്കെയാ. ഞങ്ങൾ ഒന്നോണത്തിന് അന്ന് പുറത്തിറങ്ങില്ല. രണ്ടോണത്തിന്റെ അന്ന് കൂട്ടുകാരും മൊത്തം തൃശ്ശൂർക്ക് സിനിമ കാണാൻ ഒരു ഇറക്കമുണ്ട്. എന്നിട്ട് നേരെ ചെന്ന് ബസ്സിൽ കയറും. എല്ലാവരും കൂടി ബസ് പാടത്തേക്ക് മറിക്കും. പിന്നെ 7 ആള് മരിക്കും. ഒന്നില്ലെങ്കിൽ വെടിക്കെട്ടിന് തീ പിടിച്ച കഥ, അല്ലെങ്കിൽ ബസ് മറിച്ച കഥ. തിരുവോണായിട്ട് നല്ല എന്തെങ്കിലും പറഞ്ഞു വിടറോ? इधर रहना, फिक्र मत करो, ये अपना आदमी है, खाने को मैं बुलाता हूँ, समझे? ആ എവിടെ എത്തി രാമേട്ടാ? ഞാൻ കുറച്ച് ലേറ്റ് ആയോ? നീ അങ്ങനെ പതുങ്ങി ഓടാൻ നോക്കണ്ട, ഞാൻ കാണുന്നുണ്ട്. ഓണത്തിന്റെ ഇടയ്ക്ക് ഏതായാലും ഞാൻ പുട്ടച്ചോടം ചെയ്യില്ല. അല്ല, അത് ഓണം കഴിഞ്ഞിട്ട്. അല്ല, ഞാൻ അല്ല, നല്ലൊരു ഓണായിട്ട് എന്തെങ്കിലും കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിക്കൂടെ? അസഭ്യം പറയാതിരിക്കണോ? താൻ കൊമ്പത്ത് കയറിക്കാണ്ട് താഴത്തിറങ്ങി എന്തെങ്കിലും ചെയ്തേ? അല്ല, ഇങ്ങനെ കഥ പറഞ്ഞോണ്ടിരുന്നാലേ സമയത്തിന് സദ്യ കൊണ്ടല്ലോ ഉണ്ടാവില്ല. അതിങ്ങടുത്ത് ഒന്നില്ലെങ്കിൽ ഇതായിരിക്കും, അതല്ലേ അങ്ങോട്ട് നോക്കിയിരിക്കും. ആ പിന്നെ അടുത്ത് തന്നെ നമുക്കൊരു സദ്യയും കൂടി ഉണ്ട വരും. എന്താ തിരുവൽപ്പാടിന് അടിയന്തരം മറ്റുണ്ടോ? അത് വേണ്ട. അടിയന്തരം അല്ല, ഇത് ഇങ്ങനെ അത് ശരി, നിക്കാതെ. വരൂ, ഇരിക്കൂ. എന്റെ കാര്യം മനസ്സിലായി, മറന്നിട്ടില്ല. തന്റെ കാര്യത്തിൽ ഞാൻ നിന്റെ ആൾസേഷന്മാർ ശ്രമിക്കുന്നുണ്ട്. സ്ഥലം ഒത്തു കിട്ടണ്ടേ? അപ്പോഴേ കരിമ്പായി, ഇവന്റെ കാര്യം വലിയ കഷ്ടത്തിലാണ്. ഇങ്ങനെ കൊട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഒന്ന് ആഞ്ഞു ശ്രമിക്കണം. ശ്രമിക്കുന്നുണ്ട്. ഇന്നലെയും ഞാനൊരു വീട് പോയി നോക്കി. അപ്പോഴേക്ക് വേറെ പഹന്മാര് 30,000 രൂപ പകുതി കൊടുത്ത് അത് കൊണ്ടുപോയി. 30,000 ഒന്നും ഞാൻ വിചാരിച്ചുണ്ടാക്കാൻ പറ്റില്ല. ഇവന്റെ വർത്താനം കേട്ടാ തോന്നും ഇവനക്കും ഭാര്യക്കും ഇവിടെ ആരോ വീട് പണിതിട്ടിട്ടുണ്ടെന്ന്. ഒന്ന് ക്ഷമിക്കുന്നു. ഇപ്പൊ തന്നെ 2 ആഴ്ച കാത്തു. 2 ആഴ്ചക്ക് ഒരാഴ്ചയാണോ പറയാ? ചിലപ്പോ 6 മാസം, ഒരു കൊല്ലൊക്കെ കാത്തിക്കേണ്ടി വരും. ഞാനത് അവനോട് പറഞ്ഞു. ഇത് സ്ഥലം ബോംബെയാ. എന്തിനേറെ ഇന്നത്തെ കാലത്ത് കേരളത്തിലെ ഒരു കൊച്ചു ടൗണിൽ പോയാൽ പോലും ചെന്നൈന്റെ പിറ്റേ ദിവസം വീടൊന്നും കിട്ടാൻ പോകില്ല. ഇത് കേസ് വേറാണ് തിരുമുൽപ്പാട്. നിങ്ങൾക്കിത് പറഞ്ഞാൽ മനസ്സിലാവൂല. ഇതിന് കല്യാണം കഴിക്കണം. ശാദിക്കാരനോ വാലോക്കാ. വിഷ്ണു വിഷമിക്കാണ്ടിരിക്കേ. തൽക്കാലം നമുക്കൊരു വഴി ഉണ്ടാക്കാം. ഇതറാവോ, ഇങ്ങോട്ട് വാണ്. मेरे जिक्र जबी मुझे मालूम नहीं है, मेरे जिक्र जबी और मैं कहा, मैं तो कुर्बान मेरी जान मेरी जान। मेरे जिक्र जबी मुझे मालूम नहीं है, मेरे जिक्र जबी और मैं कहा, मैं तो कुर्बान मेरी जान मेरी जान। ला ला ले ला ले ला ले ला। क्या सब खाने के लिए कुछ फिर बुलाएगा? ठीक है। सुपारी उसको समझा नहीं। अरे वो खाने वाली सुपारी नहीं,
सुपारी का मतलब है नकद, कैश, पैसा। इधर रहते रहते सब समझ जाओगे। जाओ, राम भली करेगा। ശുക്രിയ സർ ജി, ശുക്രിയ. കരിമ്പായി അയാൾ എന്താ പറഞ്ഞത്? അത് ഈ സ്ട്രീറ്റിലൊക്കെ ചില ദാതാമാരുണ്ടാവും, അവർക്കൊക്കെ ഇത് മാമൂല് കൊടുക്കണം. അത് ഈ ബൊംബായിലൊരു പതിവാ. നമ്മൾ ഏത് ഗല്ലി ചെന്ന് നോക്കിയാലും ഈ വക പഹയന്മാരുണ്ടാവുകയും ചെയ്യും. അത് പിന്നെ എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച് കൊടുത്താണ്ട് ഒഴിവാക്കലാണേ. ഞാൻ എന്താ തരണ്ട കരിമ്പായിക്ക്? കമ്മീഷൻ? കമ്മീഷൻ വാങ്ങാതെ ഒരു കച്ചവടം ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. പക്ഷെ അത് വേണ്ട. എന്നാലും എന്റെ സന്തോഷത്തിന് ഞാൻ വാങ്ങണം നിർബന്ധാണോ? എങ്കിൽ ഞാൻ ചോദിക്കണേ തരേണ്ടി വരും. എന്ത്? ഒരു സ്മൈല്. സ്മൈലോ? അതെ, സ്മൈല്, പുഞ്ചിരി. അത് നീ വിചാരിക്കും പോലെ അത്ര ചെറിയ സംഗതി ഒന്നല്ല. അത് ഈ ബൊംബായിൽ കിട്ടാനും കുറച്ച് പ്രയാസാണ്. നീ വാ, പോവാ.